നിങ്ങളെല്ലാവരും ഒന്നവിടെ നിന്നേ, ഏട്ടന് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തു പറ്റിയേട്ടാ? മുഖം വല്ലാതിരിക്കുന്നല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരു, നിന്റെ ഇഷ്ടത്തിന് ഇന്നേ വരെ ഏട്ടൻ എതിർ നിന്നിട്ടില്ല. നിനക്കെന്താണോ ഇഷ്ടം അത് ഏട്ടനും ഇഷ്ടമായിരുന്നു എന്നല്ല, ഇഷ്ടമാണ്. ഇന്നൊരു സംഭവം ഉണ്ടായി. നമ്മുടെ വീട്ടിലേക്ക് 2 പേര് വന്നു. ഞാൻ ഇന്നേ വരെ അവരെ കണ്ടിട്ടൊന്നുമില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു ഗുണ്ടകളെ പോലെയൊക്കെ തോന്നും. അവർ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. കൂടെ വന്ന് താമസിക്കുന്നവർ അവരെക്കുറിച്ച് ശരിക്കും അറിഞ്ഞിട്ടൊക്കെ തന്നെയാണോ നിങ്ങളിവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പലതും ചോദിച്ചു. ഒന്നിനും എനിക്ക് മറുപടിയില്ല. ഞാനാകെ പറഞ്ഞു, എൻ്റെ ആരുവിന് എന്താണോ ഇഷ്ടം അത് ഞാൻ നടത്തി കൊടുക്കും, അത്രമാത്രം പറഞ്ഞു. അപ്പോൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാമെന്ന് പറഞ്ഞ് അവർ 2 പേരും പോയി. അവരാരാ, എന്താ, എവിടെ നിന്നാ വന്നേ, എന്തിനാ എൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ അവർ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് നിൻ്റെ ജീവൻ വലുത് തന്നെയാണ്, അത് മറ്റെന്തിനേക്കാളും. അതുകൊണ്ട് മാത്രം എനിക്ക് സത്യം അറിയണം. അർജുൻ്റെ വീട് എവിടെയാ, അർജുൻ എന്താ ചെയ്യുന്നത്, എല്ലാം എനിക്ക് അറിയണം. ഏട്ടൻ എന്താ അറിയണ്ടേ എൻ്റെ അടുത്ത് ചോദിച്ചു. എല്ലാത്തിനുള്ള മറുപടി ഞാൻ തരാം. ആരു, വേണ്ട. എപ്പോഴും നീ തന്നെയല്ലേ എനിക്ക് വേണ്ടി ഏട്ടനോട് മറുപടി പറയുന്നത്. ഇപ്രാവശ്യം ഞാൻ തന്നെ പറയാം ഏട്ടനോട് എല്ലാം. ഏട്ടൻ ചോദിച്ചോ, എന്താ ഏട്ടൻ അറിയേണ്ടത്? ഏട്ടനുള്ള ഉത്തരം എല്ലാം ഞാൻ തരാം. ഒരു കാര്യം കൂടി അതിനു മുന്നേ ഞാൻ പറയാം. ഞാൻ കാരണം ആരുവിനൊരു പ്രശ്നം ഉണ്ടാവില്ല. അർജുൻ, നിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. കാരണം ആരവിന് നീ മൂലം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത്രയും നാള് അവൻ ന്യൂയോർക്കിൽ നിന്റെ ഒപ്പമായിരുന്നു. അന്ന് ഒരു കുഴപ്പം കൂടാതെ അവന് നോക്കിയതും തിരിച്ച് ഒരബദ്ധം കൂടാതെ ഇവിടെ നീ എത്തിച്ചെങ്കിൽ നിന്നെ ഞാൻ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ എനിക്ക്? പിന്നെ ഈ ഒരു ചോദ്യം ഇപ്പം ചോദിക്കേണ്ട ആവശ്യം വന്നത്, ഇനി ഭാവിയിൽ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നിങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ തിരിച്ച് മറുപടി പറയാൻ എനിക്ക് എന്തെങ്കിലും വേണം. അതുകൊണ്ട് മാത്രം. അല്ലാതെ എനിക്ക് നിങ്ങളെല്ലാവരും ഒരുപോലെ തന്നെയാണ്, ആരുവിനെ പോലെ തന്നെയാണ് നിങ്ങളെല്ലാവരെയും ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഏട്ടൻ കുറ്റപ്പെടുത്തിയതോ അല്ലെങ്കിൽ വിഷമം പറഞ്ഞതോ ആയിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. എനിക്ക് മനസ്സിലാവും ഏട്ടാ. ഞാൻ പറയാം ഏട്ടൻ അറിയേണ്ടതെല്ലാം. ആദ്യം തന്നെ എൻ്റെ ജോലി. അജു, ആയുഷ്വ, നീ എല്ലാം തുറന്നു പറയാൻ റെഡിയാണോ? അതെ അരു, ഞാൻ റെഡിയാണ്. കാരണം ഇനിതൊന്നും ഏട്ടനെ മറച്ചു വയ്ക്കാൻ പാടില്ല. ഇനിയെങ്കിലും ഏട്ടൻ ഇതെല്ലാം അറിയണം. ഏട്ടൻ പറഞ്ഞതും കാര്യമില്ലേ? ആരെങ്കിലും ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ ഏട്ടൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ എല്ലാം ഏട്ടൻ അറിയണം. ഏട്ടനിത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ ഏട്ടൻ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. എനിക്ക് ആരുമില്ല. ഞാനൊരു അനാഥനാ. അച്ഛനോ അമ്മയോ ആരെന്ന് പോലും അറിയാത്ത ഒരു അനാഥൻ. ന്യൂയോർക്ക് സിറ്റിയിൽ എന്നെ കളഞ്ഞു കിട്ടിയതാ. എല്ലാവരും ആട്ടും തുപ്പും സഹിച്ച് എനിക്ക് വാശിയായിരുന്നു, എല്ലാം നേടിയെടുക്കാനുള്ള വാശി. അവിടെ നിന്നാ എൻ്റെ തുടക്കം. പിന്നെ എൻ്റെ ജോലി. ഐ എം എ മാഫിയ കിങ്. ഞാനൊരു മാഫിയ രാജാവാ. എനിക്ക് കൊള്ളയും കൊലപാതകവും എല്ലാം ചെയ്തും നല്ല ശീല.
പക്ഷേ ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനൊരിക്കലും ഒരു ഒരു പാവപ്പെട്ടവരെ ദ്രോഹിച്ചിട്ടില്ല ഇന്നേ വരെ. ആരോട് ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരോട് ചോദിച്ചു നോക്ക്. ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ രാജ്യം മുടിക്കാൻ ജനിച്ചവരെയാണ്, എന്നെ ദ്രോഹിച്ചവരെയാണ്. ഒരിക്കലും ഒരിക്കലും ഒരു നല്ല മനുഷ്യനെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല ഏട്ടാ. ഏട്ടൻ ഇതൊക്കെ വിശ്വസിക്കൂ. ആരുനൻ എനിക്ക് കെട്ടിച്ചു തരൂ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എല്ലാ ഏട്ടൻ അറിയണം, ഞാൻ മൂലം ഒരിക്കലും ഏട്ടനും ആരുനും ഒന്നും സംഭവിക്കാൻ പാടില്ല. ഞാൻ ആരുനെന്നെ ആദ്യം ഇഷ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒഴിഞ്ഞു മാറാ ചെയ്തത്. കാരണം എനിക്ക് പേടിയാ, എൻ്റെ ഈ തൊഴിൽ മൂലം ആരുന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി. പക്ഷേ അവന്റെ സ്നേഹം എനിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റിയില്ല ഏട്ടാ. അതാ എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. ഏട്ടനോട് ക്ഷമിക്കണം, ഇതെല്ലാം ഏട്ടനിൽ നിന്നും മറച്ചു വെച്ചതിന്. അർജു, ഏട്ടന് ഇതൊന്നും അറിയില്ലായിരുന്നു, അതല്ലേ ഏട്ടൻ ചോദിച്ചു പോയത്. എൻ്റെ കുട്ടിക്ക് ആരുമില്ലാന്ന് ഇനി ഒരിക്കലും പറയരുത്. നിങ്ങൾ ആരും അനാഥരല്ല. നിങ്ങൾക്ക് കൂട്ടായിട്ട് ഈ ഏട്ടനും ഏട്ടത്തിയും എന്നും ഉണ്ടാവും. ഇത് നിങ്ങളുടെ സ്വന്തം വീടായിട്ട് കാണാം. കരയല്ലേ ഏട്ട. ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ മനസ്സിലാക്കുന്നതിന്. എന്താ ഞാൻ പറയണ്ടേ? ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് വിഷമായിരുന്നു, എനിക്ക് ആരുമില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പൊ നിങ്ങളെയൊക്കെ കിട്ടിയപ്പോ എനിക്ക് ലോകം തന്നെ കീഴടക്കിയ സന്തോഷമുണ്ട് ഏട്ടാ. നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോ എനിക്ക് സങ്കടം വരാം. നിങ്ങളെ കരയിപ്പിക്കല്ലേന്ന് വെറുതെ മൂഡ് ഓഫ് ആക്കാൻ വേണ്ടിട്ട്. മതി സ്നേഹപ്രകടനങ്ങളൊക്കെ. എല്ലാവരും വന്ന് ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ ഞാൻ കരയും. കരഞ്ഞു കഴിഞ്ഞാല് എന്റെ മേക്കപ്പ് പോവും. എടി കുട്ടി പിശാശെ, അവര് സ്നേഹിക്കട്ടേന്ന്, അതിന് നിനക്കെന്താ ഇത്ര പ്രശ്നം? സ്നേഹിച്ചോട്ടെ, അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരുടെ സ്നേഹപ്രകടനം കണ്ടിട്ട് ഞാൻ തന്നെ കണ്ണിട്ടാലോ, അത് പേടിച്ചിട്ടാ. നീ എങ്ങാനും അവരെ കണ്ണിട്ടാ നിന്റെ 2 ഉണ്ടക്കണ്ണും ഞാൻ കുത്തി പൊട്ടിക്കും. യൂട്യൂബ് ബ്രൂട്ടസ് ചേച്ചി എന്റെ ചേച്ചി തന്നെയാണോ? കല്യാണത്തിന് മുന്നും ഇവരോട് തന്നെയായിരുന്നു ഇഷ്ടം. ഇപ്പൊ കല്യാണത്തിന് ശേഷം എന്നെ തീരെ ഇഷ്ടമില്ലാണ്ട്. എനിക്ക് വേണ്ട ഈ ചേച്ചീനെ, എനിക്ക് എന്റെ ഏട്ടനെ മതി. അല്ലേലും നിനക്ക് മനസ്സിലായില്ലേ നിന്നെ തവിട് കൊടുത്ത് മേടിച്ചതാന്ന്? ഇതുവരെ മനസ്സിലാവാത്തൊരു മണ്ടി. ആ, ക്രിസ്റ്റിക്ക് കാര്യം മനസ്സിലായി, എന്നിട്ടും അവൾക്ക് മനസ്സിലായില്ല. പോട്ടെ, സാരില്ല അഞ്ചു, എല്ലാം വിധിയാന്ന് വിചാരിച്ച് നീ അങ്ങ് ആശ്വസിക്ക്. ഹലോ, എങ്ങോട്ടീ പറഞ്ഞു പോകുന്നേ? ഒരു ചാൻസ് കിട്ടിയപ്പോ എല്ലാരും കയറി ഗോളടിക്കാണല്ലേ? ആയിക്കോട്ടെ, എനിക്കും കിട്ടും ഒരു ദിവസം. അത് ശരിയാ, എല്ലാ പട്ടിക്കും ഒരു ദിവസം ഉണ്ടെന്നാണല്ലോ പഴഞ്ചൊല്ല്. അപ്പോ ശരിയായിരിക്കും, നിനക്കും ഒരു ദിവസം ഉണ്ട്. ഹലോ, എന്താ ദേഷ്യത്തിലാണോ? ആര്? ഞാനോ? ഞാനെന്തിനു ദേഷ്യപ്പെടണം? അപ്പോ ദേഷ്യത്തിലല്ലേ? ഞാൻ കരുതി എല്ലാവരും കൂടി കളിയാക്കിയപ്പോ നീ ദേഷ്യപ്പെട്ടു പോന്നതായി കാണും. അപ്പോ എല്ലാവരും കൂടി എന്നെ കളിയാക്കിയതാണെന്ന് അറിയാം. എന്നിട്ടാണോ എല്ലാവരുടെയും കൂടി എന്നെ അവിടെ നിർത്തി കളിയാക്കിയത്? നിങ്ങളൊരു കാമുകനാണോ മനുഷ്യ? കാമുകന്മാർക്ക് കളിയാക്കാൻ പാടില്ല എന്നാണോ? പാടും. ഇങ്ങനെയാണെങ്കിൽ മോൻ കുറച്ച് പാടുപെടും. അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? എന്നെ ആക്കിയ പോലെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തല്ലോ. ആക്കിയതുപോലെ ഫീൽ ചെയ്തെങ്കിൽ കണക്കായിപ്പോയി. ആക്കിയത് തന്നെയാ. ഇതൊക്കെ ഒരു രസല്ലേ അഞ്ജു?
എല്ലാവരും കൂടി ചേരുമ്പോ ഒരാളെ കളിയാക്ക, അതൊക്കെ പിന്നീട് ആലോചിക്കുമ്പോ നല്ല രസല്ലേ? അതേലോ, വളരെ രസകരമായ കാര്യം തന്നെയാ എല്ലാവരും കൂടി ചേരുമ്പോ ഒരാളെ ഏറിക്കയറ്റ എന്നുള്ളത്. അപ്പോ എനിക്കും ചാൻസ് കിട്ടിയ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. അതൊക്കെ പോട്ടെ, ഈ നേരത്ത് എന്റെ ഇച്ഛായൻ ഇവിടെ. അത് പിന്നെ എല്ലാവരും കൂടി കളിയാക്കിയപ്പോ നിനക്ക് വിഷമായിട്ട് വന്നതാണെങ്കിലോ എന്ന് വിചാരിച്ച് നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാ, അല്ലാതെ വേറൊന്നുമല്ല. അതിന് വേറെന്തെങ്കിലാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ, എനിക്ക് ഒരു വിഷമം ആയിട്ടില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ നിൽക്കും വേണ്ട. ഇനി ആശ്വസിപ്പിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ സ്വയം ആശ്വസിപ്പിച്ചോ, മനസ്സിലായോ? ആദ്യം മോൻ ബെഡ്റൂമിൽ നിന്ന് പോവാൻ നോക്ക്. നിനക്ക് എന്റെ ആശ്വസിപ്പിക്കല് വേണ്ട എന്നാണെങ്കിൽ ഞാൻ പോയേക്കാം, നീ കിടന്നുറങ്ങിക്കോ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്, നാളെ കാണാം. നീ ദേഷ്യപ്പെട്ടിരിക്കുകയാണോ? നീ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ദേഷ്യപ്പെടാതെ പിന്നെ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവന്റെ കഥ തീർക്കാന്ന്. അപ്പൊ പറഞ്ഞു ഇവിടുത്തെ ആരെങ്കിലും ഹെൽപ്പോടുകൂടിയേ അത് പറ്റുള്ളൂ. ഹെൽപ്പ് ചോദിച്ചവരാണെങ്കിലോ സമയാട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് നമ്മളെ വെല്ലുവിളിച്ചു പോയിരിക്കുന്നു. ഇതിപ്പരം തോൽവി വേറെന്താ നമുക്കുള്ളത്? ന്യൂയോർക്കിൽ പോലും നമ്മൾ അവനെ പിടിച്ചു നിന്നതല്ലേ, എന്നിട്ടാ ഈ കൊച്ചു കേരളത്തില് പറ്റാത്തത്. ഇനിയും ആർക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്? നാളെ തന്നെ തീർത്ത് കളഞ്ഞൂടെ അവനെ? ന്യൂയോർക്കില് നമ്മൾ പിടിച്ചു നിന്നു, അത് ശരിയാ. പക്ഷേ എപ്പോഴെങ്കിലും നമുക്ക് അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നീ വലിയ വാചകമൊന്നും പിടിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? എല്ലാത്തിനും ക്ഷമ വേണം. കുറച്ച് കാത്തിരുന്നൂടെ നിനക്ക്? കാത്തിരുന്ന് അവര് പറഞ്ഞ പോലെ നല്ല ഒത്ത സന്ദർഭം കിട്ടുമ്പോ അവനെ തീർക്കാൻ കിട്ടിയ അപ്പം നമുക്ക് കൈയോടെ എല്ലാ കണക്കുകളും തീർക്കാൻ പറ്റും. അല്ലാതെ നീ പറയുന്ന പോലെ നമ്മുടെ ദേഷ്യത്തിന്റെ പുറത്ത് നമ്മൾ എടുത്തുചാട്ടം കാണിച്ച നമുക്ക് തന്നെയാവും ചിലപ്പോ നഷ്ടം. അറിയാലോ, അവൻ അത്ര എക്സ്പീരിയൻസ്ഡാ. അവൻ മാഫിയ കിങ്ങാ. ന്യൂയോർക്ക് അവൻ ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിലേറെയായി. ആ അവനെയാണോ നീ ഒറ്റയ്ക്ക് പോയിട്ട് എന്തിനാ പറ്റാത്ത കാര്യം വെറുതെ വിളിച്ചു പറയാൻ നിൽക്കണ്ട. കുറച്ചുകൂടി നീ കാത്തിരിക്കെ, നമുക്ക് വിജയം നേടാൻ കഴിയും. നിങ്ങളെ രണ്ടും ഇവിടെ ഇരിപ്പുണ്ടായോ? നിങ്ങളെ രണ്ടെണ്ണത്തിന് ഞാൻ എവിടൊക്കെ നോക്കിയെന്നറിയൂ? എന്താടാ നീ എന്തിനാ ഞങ്ങൾ അന്വേഷിച്ച് നടന്നത്? എന്തേലും ഇമ്പോർട്ടന്റ് കാര്യമുണ്ടോ? എന്താ ഗൈസ്, ആർട്സ് ഡേ വരാന്നുള്ള കാര്യം മറന്നുപോയോ? ഈ കോളേജിലെ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആർട്സ് ഡേക്ക് പെർഫോം ചെയ്യാൻ കുറച്ച് പിള്ളേരെ എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ ഈ കോളേജിലെ സകല കലാവല്ലഭൻ ആയ നമ്മുടെ ആരവിനെ ആവശ്യമുണ്ട്. മോനെ ആരവേ, നീ എന്ത് പെർഫോമൻസാ ഈ വർഷം ആർട്സ് ഡേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്? അതറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിന്റെ പേര് കൊടുക്കാമായിരുന്നു. അതിനു വേണ്ടിയായി കോളേജ് മൊത്തം ഞാൻ നിന്നെ അന്വേഷിച്ച് നടന്നത്. എടാ പൊട്ടൻ ചെയർപേഴ്സണേ, നീ മണ്ടനാന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഭൂലോക മണ്ടനാണെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. നിനക്കൊന്ന് ഫോൺ വിളിച്ചാ പോരായിരുന്നു ഞങ്ങൾ എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ? അല്ലാതെ കോളേജ് മുഴുവൻ ഇങ്ങനെ തപ്പി നടന്ന് നിനക്ക് ഞങ്ങളെ എങ്ങനെ കാണാൻ കിട്ടും? ഞങ്ങൾ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടൊന്നുമില്ലല്ലോ ഞങ്ങൾ അവിടെയുണ്ട് ഞങ്ങൾ എവിടെയുണ്ടെന്നൊന്നും പറഞ്ഞിട്ട്. ഷൂ, ഇവനൊക്കെ ചെയർപേഴ്സണാക്കിയ
ആദ്യ സ്റ്റുഡൻസിന് വേണം പിടിച്ചു തല്ലാൻ. ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ലേ. ഞാൻ പെട്ടെന്ന് അത് വിട്ടുപോയി തിരക്കിനിടയിലേ. അല്ലാതെ ഞാൻ പൊട്ടനൊന്നായിട്ടില്ല. അല്ല, ആണെങ്കിൽ തന്നെ എന്താ പ്രശ്നം? ഞാൻ ചെയർപേഴ്സണായിട്ട് ഈ കൊല്ലത്തില് എന്തെങ്കിലും പ്രശ്നം ഈ കോളേജിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അത് മാത്രല്ല, സ്റ്റുഡൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റായിട്ട് സംസാരിച്ച് ഞാൻ നടത്തി തരുന്നുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. എന്തായാലും മതി. ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? ആ സ്റ്റേക്ക് ഞാൻ പെർഫോം ചെയ്യണം, അത്രയല്ലേ? ഓക്കെ, പേര് കൊടുത്തോ. എൻ്റെ സോങ് തന്നെ ആയിക്കോട്ടെ, അല്ലേടി? ഓക്കെ, എൻ്റെ സോങ്ങും ഇവളുടെ പെർഫോമൻസും അത് മതി. അപ്പോൾ ഓക്കെ ഗൈസ്. പിന്നെ ഒരു കാര്യം, നിങ്ങളെ സാർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഏത് സാറാടാ? ആരവിൻ്റെ പ്രിയപ്പെട്ട സാറായ മാത്സ് സാർ. ആള് ലൈബ്രറിയിലുണ്ട്. നിന്നോട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരി ഗൈസ്, പിന്നെ കാണാം. അഞ്ജു, എങ്കിൽ ഞാൻ പോയി സാറിനെ കണ്ടിട്ട് വരാം. നീ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കില്ലയോ, അതോ ക്ലാസ്സിലേക്ക് പോവാണോ? ഞാൻ എന്തായാലും സാറിനെ കണ്ടിട്ട് നിന്നെ വിളിക്കാം. അപ്പം നീ എവിടെയാണ് അവിടേക്ക് ഞാൻ വന്നു. ഓക്കെ, ബൈ. എന്താണ് അഞ്ജു മാഡം ഒറ്റയ്ക്കിരിക്കുന്നത്? ആരും എവിടെ? അജുവേട്ടനോ? നിങ്ങൾ 3 പേരും എന്താ ഇവിടെ? ആരും സാർ വിളിച്ചിട്ട് ലൈബ്രറിയിൽ പോയി. എനിക്ക് അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടെ പോയില്ല. എനിക്കെന്തോ അറിയില്ല, ലൈബ്രറിന്ന് കേട്ടാലേ ചെറുതായിട്ട് അല്ല വലിയ രീതിയിൽ ഭയങ്കര അലർജിയാണ്. ഈ അലർജിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പ്രത്യേക തരം ആളുകളിൽ മാത്രം വരുന്ന അലർജിയാണ്. പ്രത്യേകിച്ച് ഈ പഠിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇത്തരത്തിലുള്ള അലർജി കൂടുതലാന്ന് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. ഇവ പറഞ്ഞത് ശരിയാണോ അഞ്ജു? നിനക്ക് പഠിക്കാൻ മടിയാണോ? എന്തായാലും നിങ്ങൾ 2 പേരും ഇവൾക്ക് കൂട്ടിയിരിക്കും. ഞാൻ ലൈബ്രറി വരെ ഒന്ന് പോയിട്ട് വരാം. പക്ഷേ വേണ്ട, എന്തായാലും തൽക്കാലം സാറ് പോയിട്ട് സാറിന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റിനെ കണ്ടിട്ട് വാ. ഞാൻ ഇവരെ കത്തി വെച്ച് കൊല്ലട്ടെ. ആരോ വന്നോ? തന്നെ ഇപ്പോ ലൈബ്രറിയിലേക്കൊന്നും കാണാനേ കിട്ടുന്നില്ലല്ലോ. ഇത്രയ്ക്ക് ബിസിയായോ? അല്ലെങ്കിൽ പഠിക്കുന്നതിനിടയിലും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ലൈബ്രറിയിൽ വന്നിട്ട് ഏതെങ്കിലുമൊക്കെ പുസ്തകം വായിക്കാറുള്ളതല്ലേ. ഇപ്പോ തീരെ ഈ ഭാഗത്തേക്ക് വരുന്നില്ല. എന്തു പറ്റി? വേറെ ഏതെങ്കിലും സബ്ജക്റ്റില് ഇൻട്രസ്റ്റ് പിടിച്ചോ? അങ്ങനെയൊന്നുമില്ല സാർ. അത് പിന്നെ ഇപ്പോ ക്ലാസ് കഴിയാറായില്ലേ, അപ്പോൾ കുറച്ച് പോർഷൻസ് ഒക്കെ കവർ ചെയ്യാനുണ്ടായിരുന്നു. അത് മാത്രല്ല, പിന്നെ ആർട്സ് ഡേ ഒക്കെ വരല്ലേ, അതുകൊണ്ടാ ലൈബ്രറിയിലേക്ക് അങ്ങനെ വരാത്തത്. അല്ലാതെ വേറെ സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഒന്നും കയറിയിട്ടല്ല. തന്നെ ഈ ഭാഗത്തേക്ക് തീരെ കാണാത്തോണ്ട് ചോദിച്ചതാ, അല്ലാതെ താൻ പേടിക്കൊന്നും വേണ്ട. പിന്നെ എന്തായി? ആർട്സ് ഡേ ഒക്കെ അല്ലേ വരുന്നത്, എന്തെങ്കിലും പെർഫോമൻസ് ഉണ്ടോ? ഒരു പെർഫോമൻസ് ചെയ്യുന്നുണ്ട് സാർ. എന്തായാലും ഫൈനൽ ഇയർ അല്ലേ, ഈ വർഷം കൂടിയല്ലേ ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരെണ്ണം എന്തായാലും ഞാൻ ചെയ്യും. അപ്പോഴേക്കും അർജുൻ ലൈബ്രറി എത്തിയിരുന്നു. ആരു അർജുനെ കണ്ടു. പക്ഷേ സാർ അവിടെ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് ആരുവിന് അർജുനെ അങ്ങനെ ഒന്ന് നോക്കിയിരിക്കാൻ പറ്റിയില്ല. എങ്കിലും 2 പേരും പരസ്പരം ആരും കാണാതെ പരസ്പരം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. സാർ എന്തൊക്കെയോ പറയുന്നുണ്ടായി. പക്ഷേ ആരും സത്യം പറഞ്ഞ അതൊന്നും കേൾക്കുന്നേ ഉണ്ടായില്ല.
കണ്ടുകൊണ്ട് ലൈബ്രറിയുടെ മറ്റൊരു കോണിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. എത്ര നല്ല പ്രണയ ജോഡികളാ. പ്രണയിച്ചു. ഇത് നിങ്ങളുടെ അവസാനത്തെ മധുര ഓർമ്മകളായിരിക്കും. കാരണം ഈ പ്രണയ ജോഡികൾക്ക് അധികം ആയുസില്ലല്ലോ.